ഹായ്, ഞാൻ വിനായക് ഗോവിന്ദ്. ഞാൻ പ്രപ്വൈസിൽ ഒരു ഫുൾ പാക്കേജ് സ്റ്റുഡൻ്റാണ്. 2023 എൻ്റെ CUET എക്സാം നടന്ന ദിവസങ്ങൾ മെയ് 30 ജൂൺ 1 മെയ് 30 മാത്തമാറ്റിക്സും സോഷ്യോളജിയും, ജൂൺ 1 എക്കണോമിക്സും ജനറൽ പേപ്പറും ഇംഗ്ലീഷും. മാത്സ് എനിക്കൊരു മോഡറേറ്റ് ലെവലായിരുന്നു എക്സാം. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് ലെവലായിരുന്നു മാത്സ്. സോഷ്യോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ് ഈ 3 പേപ്പറും ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ധാരാളം, എന്നാലും മോഡറേറ്റ് ലെവൽ അങ്ങനെ നമുക്ക് പറയാം. ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ജനറൽ ടെസ്റ്റും ഒരു ഹാർഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതൊരു മോഡറേറ്റ് ലെവലായിരുന്നു. മാത്സിൽ 2 സെക്ഷനായിരുന്നു. അതായത് കോർ മാത്സ് പേപ്പറിൽ 2 സെക്ഷനായിട്ടായിരുന്നു. ഒന്ന് കോമൺ മാത്സ് എന്ന് പറഞ്ഞ് ഒരു 11th ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കോർ മാത്സിൽ 12th നമ്മൾ പഠിക്കുന്ന കാൽക്കുലസും ട്രിഗ്നോമെട്രിയും പ്രോബബിലിറ്റി ഒക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു മാത്സ് പേപ്പർ. സോഷ്യോളജി, എക്കണോമിക്സ് രണ്ടും പ്യുവർലി ബേസ്ഡ് ഓൺ NCERT ആയിരുന്നു. സോഷ്യോളജിയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ലൈക്ക് സോഷ്യൽ റീഫോമേഴ്സിൻ്റെ കുറച്ച് പേര് വന്നിട്ട് അവരുടെ ജനന ഡേറ്റ് വെച്ച് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സിൽ പ്യുവർലി കുറച്ചുകൂടി തിയററ്റിക്കലായിരുന്നു, പ്രാക്ടിക്കൽ കുറവായിരുന്നു. പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തീരെ കുറവായിരുന്നു എക്കണോമിക്സിൻ്റെ പേപ്പറുകളിൽ. എക്കണോമിക്സിൻ്റെ മണി ആൻഡ് ബാങ്കിങ് എന്ന ചാപ്റ്ററിലും ഗവൺമെൻറ് ബഡ്ജറ്റ് എന്നുള്ള മാക്രോ എക്കണോമിക്സിൻ്റെ ഓരോ ടോപ്പിക്സിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ വെയിറ്റേജ് കണ്ടിരുന്നു. പിന്നെ മൈക്രോ എക്കണോമിക്സിൽ നിന്നും, അതായത് മൈക്രോ എക്കണോമിക്സിലെ ഇക്വേഷൻസ്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ജനറൽ ടെസ്റ്റിൽ നമ്മൾ ജനറലി കാണാനായിട്ടുള്ള വെർബൽ പാറ്റേൺസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ പാറ്റേൺസ്, അതുപോലെ തന്നെ നമ്മൾ വെൻ ഡയഗ്രാം, അതായത് ഒരു കുറേ ഷേപ്പ് വന്നിട്ട് കുറേ നമ്പേഴ്സും കൊടുക്കും. ഇതെല്ലാം ഈ ഷേപ്സിലെല്ലാം ഉള്ളൊരു നമ്പർ ഏതാണെന്നുള്ള, കോമൺ നമ്പർ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അങ്ങനത്തെ പ്രപ്വൈസ് റിവിഷൻ ക്ലാസ്സിലൊക്കെ ഇഷ്ടംപോലെ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും ഞാൻ ജനറൽ പേപ്പറിൽ കണ്ടിരുന്നു. ജനറൽ പേപ്പർ മാത്രമല്ല, എല്ലാ പേപ്പറിലും അവരുടെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് CUET കുറച്ചുകൂടെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഒരു പേപ്പർ ഒരു റാഷണൽ മോഡലാണ്, അതായത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അതേ, അതുപോലെ തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്റേഴ്സ് വീക്ക്ലി നമ്മുടെ പ്രോഗ്രസ് ചോദിക്കും, ഒരു ഗൈഡൻസ് നമുക്ക് തരും. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നു NCERT ആണ് ഒരു ബൈബിൾ എന്ന് പറയുന്നത്. നമ്മുടെ CUET എക്സാം ഒരു ബൈബിൾ എന്ന് പറയുന്നത് NCERTകളാണ്. NCERTകളിൽ തറവായിട്ട് കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി പോവുക. പിന്നെ പ്രപ്വൈസിൻ്റെ വീഡിയോ ഒക്കെ 100% യൂസ്ഫുൾ ആണ്. സോ ഓൾ ദി ബെസ്റ്റ്.